ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് നമ്മൾ ഇന്നലെ ഫിനിഷ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഫിനിഷ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ നെക്കിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ക്യാൻവാസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണ്ട ലൈനിങ് പീസും മെയിൻ പീസും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്ക് സൈഡ് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇപ്പോൾ സ്ലീവും ആം ഹോളിൽ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പീസാണെങ്കിൽ, അതായത് മെയിൻ പീസും ലൈനിങ് പീസും വേറെ വേറെയാണ്, നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് അവസാനം ഒരു പീസ് കാണില്ല, മറ്റേ പീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ വരും. നമുക്ക് ബിഗിനറൊക്കെ ആണെങ്കിൽ എന്തെന്നായാലും ചിലപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആലോചിക്കാതെ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ രണ്ടാമത് അഴിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊരു പ്രോബ്ലം ഇല്ല. ഫസ്റ്റ് തന്നെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കുക, എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് പോവുക. അപ്പോൾ ലൈനിങ് നമ്മൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും റെഡിയാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്വശം മടക്കി അടിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഫസ്റ്റ് തന്നെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് റെഡിയാക്കിയതിന് ശേഷം മാത്രം അടിയിൽ ലൈനിങ് അടിച്ചാൽ മതി, മടക്കി അടിച്ചാൽ മതി. അപ്പം മടക്കി അടിക്കാൻ നല്ല തുണിയാണെങ്കിൽ, അതായത് കുഴപ്പമൊന്നുമില്ലാത്ത തുണിയാണെങ്കിൽ, പുറത്തേക്ക് കാണാത്ത തുണിയാണെങ്കിൽ നമ്മൾ ഉള്ളോട്ടേക്കാക്കിയിട്ട് മടക്കി അടിച്ചാൽ മതി. അതല്ലെങ്കിൽ ബാക്കോട്ടേക്കാക്കിയിട്ട് മടക്കി അടിക്കണം. അങ്ങനെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ലൈനിങ് പീസിൽ മാത്രം നമ്മൾ ഇപ്പോൾ എല്ലാം വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, ലൈനിങ് പീസിന് മാത്രം. അല്ലാതെ മെയിൻ പീസിൽ നിങ്ങൾ ഒരിക്കലും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യരുത്. എന്നിട്ട് അഥവാ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് പീസിലാകുമ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് വേറെ പീസ് വെച്ചിട്ടൊക്കെ അറ്റാച്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മെയിൻ പീസിലാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആം ഹോളിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്കങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങൾ ലൈനിങ് പീസിൽ മാത്രം വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മെയിൻ പീസ് കറക്റ്റാക്കി വെച്ച്, എന്തെങ്കിലും ഡിസൈനാണ് കറക്റ്റാക്കി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് അധികം തന്നെ, ഒരു 2 ഇഞ്ച് അധികം തന്നെ എടുത്തിട്ട് വേണം കട്ട് ചെയ്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. കണക്കായിട്ടുള്ള ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് വന്നവരുണ്ടെങ്കിൽ, പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ് പീസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കി അടിക്കുന്ന ഉള്ളോട്ടാക്കിയിട്ട് മടക്കി അടിച്ചാൽ മതി. അതല്ല പുറമേ കാണുന്നതാണെങ്കിൽ നമ്മൾ ബാക്കോട്ടാക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് കട്ട് ചെയ്യുമ്പോൾ അടിയിലുള്ള തുണിയൊന്നും പെട്ടെന്ന് ഓർമ്മിക്കാതെ കട്ട് ചെയ്ത് പോകരുത്, ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം. ഇനി അപ്പുറത്തെ ഭാഗത്തും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പുറത്തെ ഭാഗത്തും എല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം.
അപ്പോൾ ഫസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ചുരിദാറിൻ്റെ ലൈനിങ് ചുരിദാറാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് ഓരോ കാര്യങ്ങളായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീസ്, അതായത് ഫ്രണ്ട് പീസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ബാക്ക് പീസിലും ബാക്കി ചെയ്യാനേ ഉള്ളൂ. ഷോൾഡർ കൂട്ടിയിട്ട് റെഡിയാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള തലവേദനയില്ല, പണിയും വേഗം തന്നെ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ബാക്കിയും ആയി ഞാൻ വേഗം വരാം. ബൈ.